ഹലോ കൂട്ടുകാരെ, കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നിധിയെ കണ്ടതും അച്ഛനും ചേട്ടനും നന്നായി അഭിനയിക്കാൻ തുടങ്ങിയിട്ടോ. ഈ സുധീഷ് ഭയങ്കര തമാശക്കാരനാണല്ലേ. ചിരിച്ച് ചിരിച്ച് വയറൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ തന്നെ ഉണ്ടാക്കി സുധീഷ്. വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? അപ്പം നിധി പറയുന്നുണ്ട്, അതെ അതെ, ഹ്യൂമർ സെൻസ് ഒക്കെ ഇത്തിരി കൂടുതലാണ് സുധീഷിന്. സുധീഷാണെങ്കിൽ അതേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ 4 പേരും കൂടി ലിവിംഗ് റൂമിൽ പോയിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. നിധിയുടെ അച്ഛനാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് വന്നിരുന്ന് ഭയങ്കര ചിരിയും സംസാരമൊക്കെയാണ് കേട്ടോ. നിധിക്കാണെങ്കിൽ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സുധീഷാണെങ്കിൽ ആകെ വീർപ്പ് മുട്ടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കച്ചിട്ടാണെങ്കിൽ ഇറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ സുധീഷ്. അത് കഴിഞ്ഞ് നിധി സ്വന്തം റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ നിധി സ്വന്തം റൂമിലെത്തുന്നത്. അതിൻ്റെ സന്തോഷമുണ്ട് നിധിക്ക്. ആ സമയത്താണ് കേട്ടോ ഏട്ടത്തി കയറി വരുന്നത്. നിധിയെ കണ്ടതും ഏട്ടത്തി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? അപ്പം നിധി പറയുന്നുണ്ട്, ഒരുപാട് നാൾക്ക് ശേഷമല്ല ഏട്ടത്തി ഞാൻ എൻ്റെ റൂമിലോട്ട് എത്തിയത്. അപ്പം ഏട്ടത്തി പറയുന്നുണ്ട്, നീ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, അച്ഛൻ എങ്ങനെ സുധീഷിനെ കണ്ടത്? അപ്പം നിധി പറയുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഏതോ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അത്രേ. ആ ഫ്രണ്ടിൻ്റെ കോൾ ഡ്രൈവറായിട്ടാണ് സുധീഷ് പോയത്. അവരുടെ മീറ്റിംഗ് കഴിഞ്ഞ് അച്ഛനെ തിരിച്ച് ഹോട്ടലിൽ വിട്ടതും സുധീഷാണ്. അച്ഛനപ്പോഴും സുധീഷിനോട് കുറേ ദേഷ്യമായിട്ട് പെരുമാറി. പക്ഷേ സുധീഷ് നല്ല രീതിയിൽ തന്നെയാണ് അച്ഛനോട് സംസാരിച്ചേ. എനിക്ക് അച്ഛനെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് സുധീഷ് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി. അന്ന് വൈകിട്ട് തന്നെ അച്ഛൻ വീട്ടിലോട്ട് വന്നു. എല്ലാവരോടും നല്ല സ്നേഹത്തോടെ തന്നെ അച്ഛൻ പെരുമാറിയത്. ഞങ്ങളെല്ലാവരുടെയും ഒപ്പം ഇരുന്ന് അച്ഛൻ ഭക്ഷണം കഴിച്ചു. എ സി ഇല്ലാതെ ഉറങ്ങാത്ത അച്ഛനല്ലേ അന്ന് രാത്രി എ സി ഇല്ലാതെ ഉറങ്ങിയത്. രാവിലെ പോരുമ്പോൾ ഒരാഴ്ചയ്ക്ക് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എല്ലാവർക്കും അതിശയായി. എന്നെ മാത്രമായിരിക്കും വിളിക്കുന്ന ആദ്യം കരുതിയേ. നോക്കിയപ്പോൾ സുധീഷിനോട് ഒപ്പം വരാൻ പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ഛൻ അങ്ങനെ വിളിക്കുന്നു. അച്ഛൻ ടോട്ടലി മാറിപ്പോയി. ഇത് കേട്ടപ്പോൾ ഏട്ടത്തി പറയുന്നുണ്ട് കേട്ടോ, നിധി നിനക്ക് ഇവിടെ തന്നെ നിന്നാ പോരേ നീ? അപ്പം നിധി പറയുന്നുണ്ട്, ഇല്ല ഏട്ടത്തി, ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നത്. മാത്രമല്ല ഞാൻ കുറേ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പം ഏട്ടത്തി പറയുന്നുണ്ട്, നിധി നിനക്കിപ്പോൾ നല്ലൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സമയം നോക്കി അച്ഛനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം. ഇത് കേൾക്കുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്ത് സത്യങ്ങൾ? അപ്പം ഏട്ടത്തി ചോദിക്കുന്നുണ്ട്, എന്താ നിധി നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നിന്റെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്നുള്ള സത്യം അച്ഛനോട് തുറന്നു പറ. അപ്പം നിധി പറയുന്നുണ്ട്, ഇല്ല ഏട്ടത്തി, അത് പറഞ്ഞാൽ അച്ഛൻ എന്നെ സുധീഷിനോടൊപ്പം തിരിച്ചു വിടില്ല. അപ്പം ഏട്ടത്തി ചോദിക്കുന്നുണ്ട്, തിരിച്ചു പോയില്ലെങ്കിൽ എന്താ, അത് നിന്റെ വീടൊന്നല്ലല്ലോ, സുധീഷ് നിന്റെ ഭർത്താവും അല്ല. അപ്പം നിധി പറയുന്നുണ്ട്, തിരിച്ചു പോയില്ലെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഏട്ടത്തി പറയുന്നുണ്ട്, എന്നാൽ സത്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ? അത് നിധി വിലക്കൊന്നുമുണ്ട്, ഇപ്പം ആരെയും ഒന്നും അറിയിക്കേണ്ട. അപ്പം ഏട്ടത്തി പറയുന്നുണ്ട്, എങ്കിൽ ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, നിന്റെ ആഗ്രഹം പോലെയുള്ള ജോലി നിനക്ക് കിട്ടട്ടെ, എന്നാലും ആ വീട്ടിൽ ഇനി തുടരണ്ട. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ചിരിയാണ് കേട്ടോ വരുന്നേ. അപ്പം നിധി പറയുന്നുണ്ട്, ഏട്ടത്തേക്ക് ആ വീട് ഇഷ്ടപ്പെടാത്തുള്ളൂ, എനിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടമാണ്. സുധീഷ് അല്ലാതെയും ആ വീടുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഏട്ടത്തി. സുധീഷിൻ്റെ ചേട്ടനും അനിയന്മാരും എനിക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തവരാ. അവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോരില്ല. ഇത് കേൾക്കുമ്പോൾ ഏട്ടത്തേക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഏട്ടത്തി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ വട്ടാണോ? നീ ആ വീട് നന്നാക്കാൻ പോവാണോ? അപ്പം നിധി പറയുന്നുണ്ട്, ഇനി കൂടുതലൊന്നും ചോദിക്കേണ്ട ഏട്ടത്തി, നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. ഞാൻ എന്തായാലും സുധീഷിൻ്റെ കൂടെ തിരിച്ചു പോകും. ആ വീട്ടിൽ തന്നെ താമസിക്കും, ജോലിക്കും പോവും. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. പിന്നെ കാണിക്കുന്നത് സുധീഷിൻ്റെ വീടാണ് കേട്ടോ. അങ്ങനെ സുധീഷ് ഹരീഷിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഹരീഷ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിധി അടുത്തുള്ളപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. അവളങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആക്ഷേപവും കളിയാക്കലും ഒക്കെയാണ്. നിർത്തി അങ്ങ് അപമാനിക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ തന്തയും മോനും ഒക്കെ കണക്കാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഓ അത്രയൊക്കെ ഉള്ളൂ അല്ലേ, ഞാൻ വിചാരിച്ചു തനിക്ക് ഭയങ്കര ടോർച്ചറായിരിക്കുന്നു. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ, നീ പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് പേടിയാവുന്നേ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഹരീഷാണെങ്കിൽ നീതുൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാനിവിടെ ഓരോ നിമിഷം തീ നിന്നുകൊണ്ടിരിക്കുക, അതിനിടയിൽ അവൻ്റെ ഒരു പ്രേമം, അതെന്തായാലും നടക്കാൻ പോണില്ല, തവിട് പൊടിയോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഓ പ്രാക്ക് കിട്ടിയല്ലോ, എന്തായാലും സന്തോഷം. അനുഗ്രഹിച്ചിരുന്നെങ്കിൽ അത് നശിച്ച് പണ്ടാറടങ്ങി പോയേനെ. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ആരാ ഫോണിലെന്ന്? ഹരീഷാന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. അങ്ങനെ ഫോൺ വാങ്ങിച്ച് നിധി സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും നികേഷും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയും, എന്നാൽ ഞാൻ വീഡിയോ കോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് വീഡിയോ കോൾ വിളിക്കും. നിധിയെ കണ്ടതും സുഭാഷിനും നികേഷിനും ഒരുപാട് ഹാപ്പി ആയിട്ടോ. അങ്ങനെ അവർ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ ഫോണ്. എന്നിട്ട് നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, സുധീഷ് ഇവിടെ ഓക്കെ അല്ലേ? എല്ലാവരും നന്നായിട്ടല്ലേ പെരുമാറുന്നേ?
എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സുധീഷിന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പെരുമാറുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി പറയും, ഉറക്കം വരുമ്പോൾ എൻ്റെ റൂമിലോട്ട് വന്നോട്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ സുധീഷ് പറയും, അയ്യോ അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ. അപ്പം നിധി പറയും, എന്ത് പ്രശ്നം? വന്നില്ലെങ്കിലാ പ്രശ്നം. അതെല്ലാവരും ശ്രദ്ധിക്കും. എൻ്റെ റൂമിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പം സുധീഷ് പറയുന്നുണ്ട്, നിധിക്ക് അതൊരു ബുദ്ധിമുട്ടാവോ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് നിധിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷിന് ഭയങ്കര സന്തോഷമായി. പിന്നെ കാണിക്കുന്നത് നിധിയുടെ അച്ഛനും ഏട്ടനെയാണ് കേട്ടോ. അവരിങ്ങനെ ബിസിനസ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലേക്ക് നിധിയുടെ അമ്മ പാലും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നിധിയുടെ ഏട്ടൻ പറയുന്നുണ്ട്, കണ്ടോ അച്ഛാ, നിധി വന്നപ്പോൾ അവളുടെ പഴയ ശീലങ്ങളും വന്നു. അവൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള പാലാ അമ്മ ഈ കൊണ്ടുവരുന്നത്. അപ്പം നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ആ വീട്ടിൽ നിൻ്റെ മോൾ ഈ പാലും തൈരൊന്നും കഴിക്കുന്നില്ല. ഇത് കേട്ടതും നിധിയുടെ അമ്മ പറയുന്നുണ്ട്, അത് പിന്നെ കണ്ടാൽ അറിയില്ലേ, ആകെ ക്ഷീണിച്ച് കോലം കിട്ടും. ഇനി അവളെ നന്നായിട്ട് നോക്കണം. അപ്പം നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെവിടെയാ, അവളിങ്ങ് വിളിച്ചുകൊണ്ട് വാ. അങ്ങനെ നിധിയുടെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നിധിയുടെ ചേട്ടൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തേ ആലോചിക്കുന്നത്? അപ്പോൾ രാജീവും പറയുന്നുണ്ട്, ഈ രാത്രി അവനെ എവിടെ കിടത്തും? ഹോളിൽ കിടത്താമെന്ന് അരുൺ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ പറയും, അത് വേണ്ട, നിധി സമ്മതിക്കില്ല. അപ്പം അരുൺ പറയുന്നുണ്ട്, അവൻ മുമ്പ് ഡ്രൈവറായിരുന്ന സമയത്ത് വർക്കേഴ്സ് റൂമിലല്ലേ കിടന്നിരുന്നത്, നമുക്ക് അവിടെ കിടത്താം. അത് നല്ലൊരു ഐഡിയ എന്ന് അച്ഛനും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാം നമ്മുടെ സുധീഷ് ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛൻ വിളിപ്പിച്ചത്? അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, നീ അവിടെ ഓപ്പൺ ടെറസിൽ നിൽക്കുമെന്ന് അമ്മ പറഞ്ഞു, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. നിധിയെ കണ്ടതും ഇത് തന്നെയാണ് പറ്റിയ സമയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വന്നയുടനെ ഹലോ അങ്കിൾ, ഹായ് അളിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. എന്നിട്ട് നിധിയോട് പറയും, നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, നമുക്ക് ഉറങ്ങിയാലോ? അപ്പോൾ അരുൺ ഇങ്ങനെ പറയാൻ വരുമായിരുന്നു. അപ്പോൾ സുധീഷ് പറയും, വേണ്ട വേണ്ട, അളിയൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. നിധിയുടെ റൂം എവിടെയെന്നല്ലേ, അതൊക്കെ എനിക്കറിയാം. ഞാനിവിടെ മുമ്പ് വന്നിട്ടുള്ളതല്ലേ. നിധി ഏതായാലും കുറച്ച് നേരം കൂടി അച്ഛൻ്റെയും ചേട്ടൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരുന്നോ, കുറേ നാൾക്ക് ശേഷം കാണുന്നതല്ലേ, ഞാൻ പോയി കിടക്കട്ടെ. അങ്ങനെ പറഞ്ഞ് സുധീഷ് മുറിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അരുണിനും രാജീവനും ആകെ അബദ്ധം പറ്റിയ പോലെ തോന്നി. നിധിയുടെ റൂമിലെത്തിയതും സുധീഷിന് ഭയങ്കര സന്തോഷമായിട്ടോ. ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ഇവിടെ വരെത്തുന്നു ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ സുധീഷ്. അപ്പോഴാണ് കട്ടിലിനപ്പുറത്ത് തന്നെ ഒരു പായും തലയാണയും വിരിച്ചിട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഓഹോ, അപ്പം എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ. മുറി ഒന്നാണെങ്കിലും ഉറക്കം 2. ആ അത് സാരമില്ല, എന്തായാലും ഒറ്റമുറി വരെ എത്തിയല്ലോ. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെയും ചേട്ടൻ്റെയും സംസാരം ഇത്ര പെട്ടെന്ന് തീർന്നോ? അപ്പം നിധി പറയുന്നുണ്ട്, അങ്ങനെ സംസാരമൊന്നും ഉണ്ടായില്ല, വെറുതെ ഓരോന്നിങ്ങനെ മിണ്ടിയും പറഞ്ഞിരുന്നു. ഏതായാലും സുധീഷിനെ കുറ്റം പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, ഓ എൻ്റെ ഭാഗ്യം. അങ്ങനെ നിധി ഡോറ് കുറ്റിയിടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ അത് വേണ്ടാന്നും വെക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, കുറ്റിട്ടോ, ഇനി അവരെങ്ങനെ വന്നാലോ? അപ്പം നിധി പറയുന്നുണ്ട്, അവരെന്തിനാ നീ ഇങ്ങോട്ട് വരുന്നേ, അവരൊന്നും ഇനി വരില്ല. അപ്പോൾ സുധീഷ് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ, ശരിയാ, എന്നെ എങ്ങനെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്യോ, ഇനി വണ്ടി കയറ്റി കൊല്ലണോ അതോ ചോറിൽ വിഷം കലർത്തി കൊല്ലണോ എന്നായിരിക്കും അവരുടെ ചിന്ത. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്ന് സംഭവിച്ചത്. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.